എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കഥ പറയാൻ പോവാണ്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണ്. ഒരു പട്ടം ഉയർന്നങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വഴിക്ക് പോയ തത്ത പട്ടത്തിനോട് പറഞ്ഞു, പട്ടമേ, നീ നല്ല ഉയരത്തിൽ നന്നായി പറക്കുന്നുണ്ടല്ലോ. അപ്പോൾ പട്ടം പറയാ, ആ കുട്ടി ആ ചരട് പിടിച്ചിട്ടുള്ളതാണോണ്ടാ, അതല്ലെങ്കിൽ ഞാൻ ഇതിലും ഉയരത്തിൽ ഞാൻ പറക്കും എന്ന് പറയാ പട്ടം. അപ്പോൾ തത്ത പറഞ്ഞു, നീ ആ ചരടാണോ നിനക്ക് പ്രശ്നം, ആ ചരട് ഞാൻ പൊട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് തത്ത അതിൻ്റെ ചിറക് കൊണ്ട് ആ പട്ടത്തിൻ്റെ നൂല് പൊട്ടിക്കുക. പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്ന് നമ്മൾ ചിന്തിച്ചേക്ക്. ആ പട്ടം നിയന്ത്രണം തെറ്റിയിട്ട് നിലത്ത് വീണു, ചളിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എവിടെയെങ്കിലൊക്കെ വീഴാം. എന്തായാലും ഉയർന്ന് പറക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണപാഠം, ആ കുട്ടി പിടിച്ചിട്ടുള്ള ആയിരുന്നു ആ പട്ടത്തിനെ ഉയർന്നു പറക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികളെ എല്ലാവരും ഇത് കേൾപ്പിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോ അല്ലെങ്കിൽ നല്ല നാട്ടിലെ ഗുരുക്കന്മാരോ പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമുണ്ട്. നല്ല ആൾക്കാർ, നല്ല അച്ഛനമ്മയും അങ്ങനെ എല്ലാം നല്ലവർ പറയണത് നമ്മൾ അനുസരിക്കേണ്ടതായതുണ്ട്. അത് നമുക്ക് നമ്മളെ നേർവഴിക്ക് നടത്താനുള്ളതാണ്. ടീച്ചർ പറയണതും അച്ഛനമ്മയും പറയണതും ഒക്കെ ഗുരുക്കന്മാർ പറയണതും ശരിയല്ലേ? അപ്പോൾ ഈ കഥ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ പറയുക, നമ്മുടെ പ്രകൃതിനെ സ്നേഹിക്കാൻ പറയുക, നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കാൻ പറയുക. നമ്മുടെ ഓരോരോ കഥകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അണ്ണാർ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.